പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ദേനഹ പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയുടെ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കമായിട്ടുള്ള വായനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. സുവിശേഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് ക്രമീകരിച്ചു വച്ചിരിക്കുന്നു. പഴയ നിയമ വായനകൾ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി നമ്മൾ ലേഖനങ്ങളും 3 സുവിശേഷങ്ങളും നമ്മൾ വായിച്ച് കേട്ട് ധ്യാനിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഇന്നലത്തേതിൻ്റെ തുടർച്ചയെന്ന വണ്ണം ഇന്ന് നമ്മൾ കേൾക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ആനന്ദം കൊള്ളുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. കൂരിരുളിൻ താഴ്വരയിൽ കൂടെയുണ്ടൻ യേശുനാഥൻ. കൂരിരുളിൻ്റെ താഴ്വരയിലും യേശുനാഥൻ ഞങ്ങൾക്ക് വഴിയായി കാണിച്ചു തന്നതിന്, വചനം ഞങ്ങൾക്ക് വെളിച്ചമായി നിൽക്കുന്നതിനാൽ ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനത്തെ വിശുദ്ധിയോടെ സ്വീകരിക്കുവാൻ കൃപ നൽകണമേ. നിൻ്റെ നാമം വിശുദ്ധവും നിൻ്റെ നാമം സത്യവുമാണല്ലോ. നന്ദിയോടെ കൃപയാൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം ഞങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് അവിടുന്ന് അരുളി ചെയ്തല്ലോ. ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജ്ഞാനമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു. നാഥാ, നിൻ്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. വചനത്തിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കുവാൻ, വചനം അതിൻ്റെ വ്യാഖ്യാനത്തിൽ മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വായനയിൽ നമ്മളിന്ന് ധ്യാനിക്കുന്ന ലേഖനങ്ങളിൽ നിന്നാണ് ഈ ഞായറാഴ്ചത്തെ വായനയുടെ ധ്യാനത്തിൻ്റെ വായന. 1 പത്രോസ് 3:7 മുതൽ 15 വരെ വാക്യങ്ങളാണ്. 1 പത്രോസ് 3:7 മുതൽ 15 വരെ ഭാര്യ ഭർത്തൃ ജീവിതത്തെക്കുറിച്ചാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിൽ ജീവിതകായമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സ്ത്രീ ബലഹീന പാത്രമാണ് എങ്കിലും എന്ന് പത്രോസ്ലീഹ പറയുന്നത് അവിടെ ഹവ്വായെ ഓർത്തുകൊണ്ടായിരിക്കാം. ഹവ്വായെ ഓർക്കുമ്പോൾ സാത്താൻ്റെ ഉപദേശം മുന്നും പിന്നും നോക്കാതെ സ്വീകരിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ ബലഹീന പാത്രം എന്ന് പറയും. എന്നാൽ കൃപയാൽ ഇന്ന് സഭയിൽ ബലഹീനരല്ലാത്ത ഒത്തിരി സ്ത്രീകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബലഹീനരെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ബലഹീനത അല്ല, പാപമില്ലാതെ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധ കന്യക മറിയം ഒക്കെ ബലഹീനതയില്ലാതെ ജീവിച്ചുന്ന, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അവളുടെ ബലഹീനത ഇല്ലാതെ എന്ന് പറഞ്ഞാൽ പാപവശങ്ങളില്ലാതെ, പാപം ചെയ്യണമെന്നുള്ള ആ ധ്വരയില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ത്രീകൾ ബലഹീന പാത്രമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ ആത്യന്തികമായി തൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാത്ത സ്ത്രീകൾ, അല്ലെങ്കിൽ അത്രയും ദൈവികമായിട്ടുള്ള ചിന്തകളെ മുറുകെ പിടിക്കാൻ പറ്റാത്ത സ്ത്രീകൾ, അങ്ങനെയൊക്കെ നമ്മളതിനെ ധ്യാനിക്കേണ്ടതായിട്ട് വരും. അത്തരം സ്ത്രീകളുടെ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? വിവേകത്തോടെ ഭാര്യമാരോടൊത്ത് ജീവിക്കണം. വിവേകത്തോടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ജ്ഞാനം ആവശ്യമാണ്. കാരണം ഈ സ്ത്രീ ജീവൻ്റെ കൃപയ്ക്ക് തുല്യ അവകാശിയാണ്. പുരുഷന് ഉള്ള നിത്യജീവൻ്റെ അവകാശം പോലെ സ്ത്രീക്കും തുല്യ അവകാശമുണ്ട്. അത് നമ്മൾ ഏദൻ തോട്ടത്തിൽ കണ്ടതാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം ആദം സ്ത്രീയെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ ദൈവം സമ്മതിച്ചില്ല. സ്ത്രീക്കും പുരുഷനും തുല്യ രീതിയിൽ തന്നെ ശിക്ഷ വിധിച്ചു.
അപ്പോൾ രക്ഷയും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മറ്റൊരു ഭാഗത്ത് നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. എന്താണ്? സ്ത്രീ നന്മ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് വിശുദ്ധി നേടുമെന്ന് പറയുന്നുണ്ട്. മക്കളെ പ്രസവിച്ച് വിശുദ്ധി നേടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ അതുകൊണ്ട് പുരുഷന് അഹംഭവിക്കാനല്ല ഇവിടെ സംസാരിക്കുന്നത്. പുരുഷൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലല്ല. സ്ത്രീക്കും തുല്യ അവകാശമുണ്ട്. സ്ത്രീയെ യഹൂദന്മാർ വളരെ താഴ്ത്തി അടിമയെപ്പോലെ കരുതിയിരുന്ന കാലത്ത് വെറും ഒരു ഉപയോഗ വസ്തു എന്നുള്ള ഒരു ചിന്തയിൽ ഉള്ളവരോടാണ് ഇത് പറയുന്നത്. സ്ത്രീക്കും ഈ ഒരു തുല്യ അവകാശമുണ്ട് നിത്യതയ്ക്ക്. അതുകൊണ്ട് അവളോട് ബഹുമാനം കാണിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പുരുഷന്മാർ, ക്രിസ്ത്യാനികളായ യഹൂദന്മാർ, വിജാതീയരൊക്കെ ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം യഹൂദന്മാരുടെയോ വിജാതീയരുടെയോ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കരുത് എന്നാണ് അതിലൂടെ സംസാരിക്കുന്നത്. വീണ്ടും അതിൻ്റെ 15 വരെ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയുമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ 13-ാമത്തെ വാക്യം വായിക്കുന്നത്. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നത് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ, സമാധാനം അന്വേഷിക്കുക, അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ വ്യക്തമായി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജ്ഞാനത്തെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മനസ്സിലാകാവുന്ന കാര്യമാണ്. അത് ഒത്തിരി വ്യാഖ്യാനിച്ച് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. ഇതാണ് പത്രോസ്ലീഹ പറയുന്നത്. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തിന്മ പ്രവർത്തിക്കരുന്നുണ്ട്. പിന്നെ 15-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് ഓടി വരാം. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ക്രിസ്തുവിനെ, യേശുവിനെ രക്ഷകനായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലപ്രവർത്തനം 4:12 ശിഷ്യന്മാരുടെ പ്രസംഗത്തിൽ, ശിഷ്യന്മാരെല്ലാവരും ചേർന്നുള്ള പ്രസംഗത്തിൽ പത്രോസ്ലീഹ പറയുന്നത് എങ്ങനെയാണ്? ആകാശത്തിൻ്റെ മീതെ ഭൂമിക്ക് മീതെ, ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു നാമമില്ല, വേറൊരു നാമമില്ല യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. യേശു ക്രിസ്തു ഏകനാമം. യേശു ക്രിസ്തു എന്ന നാമം തൻ്റെ ഏകജാതന് നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒറ്റ നാമത്തെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയുവാൻ സദാ സന്നദ്ധരായിരിക്കും. അപ്പോൾ എന്താണ് പ്രത്യാശ എന്ന് ചോദിച്ചാൽ നമ്മുടെ നിത്യജീവനാണ്. എന്ത് വന്നാലും ക്രിസ്തുവിനെ വിട്ട് ഒരു പ്രവർത്തനമില്ല എന്ന വിചാരത്തിൽ പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത്രയും സങ്കടങ്ങളും ഇത്രയും ദുരിതങ്ങളും ഇത്രയും പീഡനങ്ങളുണ്ടായിട്ടും നിങ്ങൾ ഈ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ പിടിച്ചു ഇരിക്കുന്നതിൻ്റെ കാരണം എന്താ ആരെങ്കിലും ചോദിച്ചാൽ, ക്രിസ്തു നമ്മുടെ നിത്യജീവൻ്റെ അവകാശമാണ്. ക്രിസ്തുവിലൂടെയാണ് നിത്യജീവൻ നൽകപ്പെട്ടിരിക്കുന്നതെന്നുള്ളത് സംസാരിക്കുവാൻ നമുക്ക് കഴിയണമെന്നാണ് അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മളോട് പറയുന്നത്. 2-ാമത്തെ വായനയായിട്ട് എബ്രായർ ലേഖനം 1-ാം അധ്യായം, എബ്രായർ 1 മുതൽ 2-4 വരെ വാക്യങ്ങൾ നീണ്ടൊരു വായനയാണ്. അവിടെ 3 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ഒന്ന്, യേശു ദൈവപുത്രനാണെന്ന് എടുത്തു പറയുകയാണ്.
രണ്ടാമത്തെ വാക്യം 1:2. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കും. അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. അപ്പോൾ ദൈവപുത്രനാണ് ദൂതന്മാരേക്കാൾ ശ്രേഷ്ഠനാണ്. ഏത് ദൂതനോടാണ് നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് ഞാൻ അവനും പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുള്ളത്? ഒരു മാലാഖമാരോടും അങ്ങനെ അരുളി ചെയ്തിട്ടില്ല. യേശുവിനെക്കുറിച്ച് മാത്രമേ അങ്ങനെ അരുളി ചെയ്തിട്ടുള്ളൂ എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. 8-ാമത്തെ വാക്യം പറയുന്നു, ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. അങ്ങയുടെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുകയും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനും നമ്മുടെ രക്ഷയ്ക്ക് യേശു അല്ലാതെ വേറെ ഒരാളില്ല എന്ന് ഏറ്റുപറയുകയും ചെയ്യണമെന്നാണ് പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്താൽ അടയാളങ്ങൾ വഴിയും അത്ഭുതങ്ങൾ വഴിയും 4-ാമത്തെ വാക്യം 2:4 പലവിധത്തിലുള്ള ശക്തമായ പ്രവർത്തികൾ എന്നിവ കൊണ്ടും തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിന് ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ലോകത്തോട് ഏറ്റുപറയുവാൻ, വിളിച്ചു പറയുവാൻ പലവിധ അടയാളങ്ങളും അത്ഭുതങ്ങളും ശക്തമായ പ്രവർത്തികളും ഒക്കെ ചെയ്ത് തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നും. ഹല്ലേലൂയ. എന്നിലും നിങ്ങളിലും അത് പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനായിട്ട് പോകുമ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിലൂടെ ഈ ജ്ഞാനം ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ദൈവപുത്രനാണെന്നും യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്നും യേശു മോശയേക്കാൾ ശ്രേഷ്ഠനാണെന്നും വേറെ ആരെക്കുറിച്ചും ഇവനെൻ്റെ പുത്രനാണെന്ന് ഒരു ദൂതന്മാരെക്കുറിച്ചും ദൈവം പറഞ്ഞിട്ടില്ല. യേശുവിനെക്കുറിച്ച് മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളൊക്കെ വിഭജിക്കുമ്പോൾ, പങ്കുവെക്കുമ്പോൾ ഏറെ ഭയത്തോടും വിറയലോടും കൂടി നമ്മൾ തിരുസന്നിധിയിൽ നിൽക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഔന്നത്യം, അവിടുത്തെ ശ്രേഷ്ഠത മനസ്സിലാക്കി അവിടുത്തെ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ്? അവിടെ എല്ലാ നാമങ്ങൾക്കും ഉപരിയായി മഹത്വത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ ഉപവിഷ്ടനായി ദൈവത്തോട് കൂടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ 3 കാര്യങ്ങളാണ്. 1, ദൈവപുത്രനാണ് യേശു. 2, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 3, രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമാണ്. ഹല്ലേലൂയ. ഇനി നമ്മൾ എവൻഗേലിയോനിലേക്ക് കടക്കുകയാണ്. എവൻഗേലിയോൻ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. 1-ാം അധ്യായത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ വാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അത് 51 വരെ വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പ്രഭാത പ്രാർത്ഥന, വായന, സന്ധ്യാവായന, വിശുദ്ധ കുർബാന, അങ്ങനെ മൊത്തം നമ്മളെടുക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 51 വരെ വാക്യം. അത് നമുക്കൊന്ന് ഓടിച്ച് ചിന്തിച്ചു പോകാം. ദൈവത്തിൻ്റെ കൃപ നമുക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കതിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയും. 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെ ബഥാനിയായിലാണ് ഇത് സംഭവിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു യജമാനൻ്റെ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ എല്ലാ ജോലികളും തൻ്റെ ദാസന്മാർ, സേവകന്മാർ ചെയ്യണം. എന്നാൽ ചെരുപ്പിൻ്റെ വാറ അവർക്ക് അഴിക്കേണ്ട ആവശ്യമില്ല. ചെരുപ്പിൻ്റെ വാറ അഴിക്കുന്ന അടിമയാണ്.
ചെരുപ്പിൻ്റെ വാറഴിക്കുന്നത് അടിമയാണ്. ഇതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ബാക്കി ഏത് ജോലിയും ഒരു ഗുരുവിൻ്റെയോ ഒരു യജമാനൻ്റെയോ ശുശ്രൂഷകൾ, ആവശ്യമായ കാര്യങ്ങൾ അവരുടെ ദാസന്മാർ ചെയ്യണം, സേവകന്മാർ ചെയ്യണം. എന്നാൽ ചെരുപ്പിൻ്റെ വാറ അവർക്ക് അഴിക്കേണ്ട ആവശ്യമില്ല. ചെരുപ്പിൻ്റെ വാറഴിക്കുന്നത് അടിമയാണ്. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങളുടെ ഇടയിലുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ അടുത്ത് ഞാൻ നിൽക്കുമ്പോൾ ഒരടിമയ്ക്ക് പോലും ഉള്ള ബലം എനിക്കില്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാറഴിക്കുന്ന ഒരടിമയാണെങ്കിൽ ആ അടിമയുടേതിനേക്കാൾ യോഗ്യത കുറവാണ്, ഞാൻ അയോഗ്യനാണ് എന്ന് യോഹന്നാൻ പറയും. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്ന യോഹന്നാൻ്റെ എളിമയാണ്. ഇവിടെയാണ് നമ്മളും യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തേണ്ടത്. ഇങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ പ്രാഭവത്തോട് നമ്മളെ തട്ടിച്ചു നോക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനത്തോട്, അവൻ്റെ കഴിവുകളോട്, അവൻ്റെ അധികാരത്തോട്, അവൻ്റെ പദവിയോട് എല്ലാം തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ വെറും നിസാരനും ശൂന്യനുമാണ് എന്നുള്ള ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ഈ ക്രിസ്തുവിനെ നമുക്ക് നമ്മളില്ലാതെയായി നമ്മിൽ നിന്ന് മറ്റൊരാൾ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനായിട്ട് കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ വായിച്ചു കേട്ട ആ ഭാഗം, വിനയം നമുക്ക് ആവശ്യമാണ്. മഹാത്മാഗാന്ധിയുടെ ഒരു വാക്ക് ഞാനിങ്ങനൊരു പുസ്തകത്തിൽ വായിച്ചു, നിങ്ങൾ വിനയം കൊണ്ട് ചുരുങ്ങി 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 പൂജ്യമായി തീരണമെന്ന്. വിനയം കൊണ്ട് ചുരുങ്ങി ചുരുങ്ങി പൂജ്യമായി തീരണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അപ്പോൾ അന്ന് അവിടെ ആ സംഭവിച്ചത് ബെഥാനിയായിലാണെന്ന് പറയുന്നു. രണ്ടാമത്തെ ചിന്ത, കർത്താവ് യോഹന്നാൻ പറയുന്നത്, അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്ന, ലേവ്യ പുസ്തകത്തിലൊക്കെ വായിക്കുന്ന ആ കുഞ്ഞാട് ഇവനാണ് എന്ന് പറഞ്ഞാൽ, രക്തം ചിന്തി പാപമോചനത്തിന് വേണ്ടി രക്തം ചിന്തുന്ന, ദൈവത്തിന് യാഗമായി അർപ്പിക്കേണ്ട ആ കുഞ്ഞാട് ഇവനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനിവനെ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതേ അർത്ഥത്തിൽ വായിച്ചാൽ അത് തെറ്റാണ്. കാരണം യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ചാർച്ചക്കാരിയായ എലിശുബായുടെ മകനാണ് യോഹന്നാൻ. ഇവർ സ്വന്തപ്പെട്ടവരാണ്. സ്വന്തപ്പെട്ടവർ ഒരിക്കലും 6 മാസത്തെ വ്യത്യാസമുള്ളൂ വയസ്സുകൊണ്ട്. അറിയില്ല എന്ന് പറയാൻ സാധ്യതയില്ല. പക്ഷേ ആത്മാവിൽ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ യേശു ദൈവപുത്രനാണെന്ന് അറിഞ്ഞിരുന്നില്ല. അതെങ്ങനെയാണ് അറിഞ്ഞത്? പിന്നെ സ്നാനപ്പെടുത്തുവാൻ ദൈവം എന്നോട് പറഞ്ഞു. സ്നാനപ്പെടുത്തുവാൻ പറഞ്ഞ സമയത്ത്, ഞാൻ ജലം കൊണ്ട് അവനെ സ്നാനപ്പെടുത്തുവാൻ ദൈവം എന്നോട് പറഞ്ഞ സമയത്ത് ഇക്കാര്യം കൂടി പറഞ്ഞിരുന്നു. എന്താണ്? പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആരുടെ മേൽ ആവസിക്കുന്നുവോ, ഇറങ്ങി വരുന്നുവോ, അവൻ ദൈവപുത്രനാണെന്ന് അവിടുന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ആര്? യോഹന്നാൻ. എന്ന് പറഞ്ഞാൽ തൻ്റെ ചാർച്ചക്കാരിയുടെ മകനല്ല, മറിച്ച് ഇവൻ ദൈവത്തിൻ്റെ മകനാണ്, ലോകത്തിൻ്റെ പാപത്തെ നീക്കുന്നവനാണെന്ന് യോഹന്നാനോട് കർത്താവ് നേരത്തെ പിതാവായ ദൈവം സംസാരിച്ചിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, അതുപോലെ തന്നെ അടുത്ത ഇതിൽ നമ്മൾ വായിക്കുന്നത് 35 മുതൽ വാക്യങ്ങൾ പ്രഭാത വായനയിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ്. എങ്ങനെയാണ്? യോഹന്നാൻ്റെ ഈ സംസാരം കേട്ടിട്ട് യോഹന്നാൻ, ഞാനോ കുറയണം, ഞാൻ ചെറുതാണ്, അവൻ വളരണം,
അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല, അവനെ ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ എന്നെ പരിശുദ്ധാത്മാവ് എന്നെ അറിയിച്ചു. ദൈവം തന്നെ എന്നോട് പറഞ്ഞു, ഇവൻ മറിയത്തിൻ്റെ മകനല്ല, ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഇവനാണ് ലോകത്തിൻ്റെ പാപത്തെ നീക്കുന്നത്. ജഡപ്രകാരം മറിയത്തിൻ്റെ മകൻ അറിയപ്പെടുന്നു, മറിയത്തിൻ്റെ മകനെന്ന് അറിയപ്പെടുന്നുവെങ്കിലും ഇവൻ ആത്മാവിൽ ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ തൻ്റെ കൂടെയല്ല ഇനി ശിഷ്യന്മാർ വരേണ്ടത്, ഇവൻ്റെ കൂടെയാണ് എന്നുള്ള ഒരു അവബോധം ശിഷ്യന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ ദൗത്യം തീർന്നു എന്ന് യോഹന്നാന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. എവിടെയാണ് വസിക്കുന്നത്? അപ്പോൾ ഇവിടെ ഈ ശിഷ്യന്മാർ യോഹന്നാൻ്റെ കൂട്ടത്തിൽ നിന്ന് യേശുവിനെ കാണാനായിട്ട് പോവുകയാണ്. യോഹന്നാൻ പിൻവാങ്ങുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സമയാസമയങ്ങളിൽ അധികാരങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറി നമ്മൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒക്കെ ആയിരിക്കണമെന്നുള്ളതാണ്. ഒരിക്കലും ഇങ്ങനെ എല്ലാം എൻ്റെ കയ്യിലാണെന്നുള്ള രീതിയിൽ കടിച്ചു തൂങ്ങി കിടക്കരുത് എന്നാണ്. അത് ആത്മീയാഭിവൃദ്ധിക്ക് കാരണമാകുകയില്ല. അപ്പോൾ പ്രിയമുള്ളവർ, ഇത് കേട്ട് ഇവർ പോവുകയാണ്. ഇവരെ കേട്ടത് കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഗുരു, സാധാരണ വിശേഷം ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? പുറകെ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ എന്താണ് അന്വേഷിക്കുന്നത്? എന്തോ അന്വേഷിക്കുന്ന ഒരു മുഖഭാവം യേശുവിന് തോന്നിക്കാണും. എന്താണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ ചോദിക്കുന്നു, ഗുരു, നീ എവിടെയാണ് താമസിക്കുന്നത്? വന്ന് കാണുക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന ഇടം പറഞ്ഞു കൊടുത്ത ഒരു തൃപ്തി ആയി പോവുകയല്ല, കൂടെ വസിക്കുക. വന്ന് കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ വസിക്കുക. നമ്മളും ഈ യേശുവിനെ കാണുന്നവരാ. ഫോട്ടോയിൽ കാണുന്നു, അപ്പത്തിൽ കാണുന്നു, ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ കൂടെ വസിക്കേണ്ടവരാണ്. അപ്പോൾ ഇന്ന് അന്ന് യേശുവിനെ കണ്ടതുപോലെ ഇന്നും യേശു നമ്മളെ കാണിച്ചു തരികയാണ്. എങ്ങനെ? വിശുദ്ധ കുർബാനയിൽ നമ്മൾ യേശുവിനെ കാണുന്നു, വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ യേശുവിനെ കാണുന്നു, ആരോരുമില്ലാത്ത നിർധനരായ പട്ടിണിപ്പാവങ്ങളെ സഹായിക്കുമ്പോൾ യേശുവിനെ കാണുന്നു. ഇത് കണ്ടാൽ മാത്രം പോരാ, ഇന്ന് കാണുന്നവരാണ്. ചില ആളുകളൊക്കെ ഇങ്ങനെ ഈ പ്രത്യാശ ഭവനിലൊക്കെ വരുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ ഇവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കാണാൻ വന്നവർ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് കുറേ സഹതാപോ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ കുറച്ചൊക്കെ പുകഴ്ത്തിയോ ഒക്കെ ഇങ്ങനെ പോണതല്ലാതെ ഒരു സഹവാസം കാണാറില്ല. സഹവസിക്കേണ്ടത് അവരുടെ വീട്ടിലാണ്. ഇവിടെ വന്ന് കണ്ടുപോയത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. സ്വന്തം വീട്ടിലുള്ള ബലഹീനരോടൊത്ത് താമസിക്കുവാനോ ഒക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമല്ലേ വന്ന് കണ്ടതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇവരെ ഇവിടെ വന്ന് കണ്ടതുകൊണ്ട് കാര്യമായില്ല. നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? വസിക്കുക എന്ന് പറയുന്നത്, കൂടെ വസിക്കുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തന്നെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവരെ കണ്ട മാത്രയിൽ തന്നെ ഇത് ക്രിസ്തുവാണെന്ന് അവർ ഉറപ്പിച്ചു. 1, യോഹന്നാൻ്റെ സാക്ഷ്യമുണ്ട്. 2, അവർക്ക് ക്രിസ്തുവിനോട് കൂടെ ഒരു ദിവസം താമസിച്ചപ്പോൾ എല്ലാം വ്യക്തമായി അവർ മനസ്സിലാക്കുകയാണ്. അവർ വന്ന് സഹോദരൻ ശീമോനോട് പറയുകയാണ്, ഞങ്ങൾ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. കേപ്പ പാറ എന്ന് പറഞ്ഞ ശീമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഓട എന്നാണ്, അല്ലെങ്കിൽ ഞാങ്ങണ എന്നാണ്. അത് അങ്ങോട്ടും ചായും ഇങ്ങോട്ടും ചായും. ഇപ്പോൾ പത്രോസിനെ അല്ലെങ്കിൽ ശീമോനെ ഈ അങ്ങോട്ടും ചായുന്ന ഇങ്ങോട്ടും ചായുന്ന ഓട എന്ന അർത്ഥമുള്ള പേരിൻ്റെ ഉടമസ്ഥനെ പാറയാക്കി, കേപ്പ എന്നാക്കി, പാറ ഉറപ്പുള്ളവനാക്കി മാറ്റി. കാരണം ശിമയോനെക്കുറിച്ച് ദൈവത്തിന് വലിയ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിറ്റേ ദിവസം വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത് സുവിശേഷത്തിൻ്റെ വായനയാണ്. നഥാനിയേലിനെ കാണുകയാണ്. ഫിലിപ്പോസും നഥാനിയേലുമാണ് അവിടെ
യേശുവായിട്ട് ബന്ധപ്പെടുന്നത്. ഒന്ന്, ഗലീലയ്ക്ക് പോകാൻ ഒരുങ്ങി പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ആദ്യം ഗലീലയ്ക്ക് പോയ യേശു പീലിപ്പോസിനെ കാണുന്നു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പീലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. പീലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു, അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? പീലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. പീലിപ്പോസ് പറയുന്നത് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. പീലിപ്പോസ് പറഞ്ഞു നഥാനിയേലിനോട്, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു, അവനെ. തൊട്ട് പരിചയക്കാരന് സംസാരിക്കുന്ന പോലെ, കളിക്കൂട്ടുകാരനെ അല്ലെങ്കിൽ പറയുന്നത് പോലെ അവനെ ഞങ്ങൾ കണ്ടു, നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. അവൻ നമ്മുടെ സ്വന്തമാണ്, അല്ലെങ്കിൽ അവൻ നമ്മുടെ രക്ഷകനാണ്, പരിചയക്കാരനാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അവനെ കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു. നഥാനിയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? കാരണം നസ്രത്ത് മഹാന്മാരുള്ള ഒരു സ്ഥലമല്ലാതെ നമുക്കറിയാമല്ലോ. നസ്രത്തിനെ കുറിച്ച് ഒന്നും പറയാനുമില്ല. നസ്രത്തിൽ നിന്ന് അങ്ങനെ ഒരു മഹാൻ ഉണ്ടാകുമോ, നന്മ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക എന്ന് പറഞ്ഞു. വന്ന് കാണുക. എപ്പോഴും നമ്മൾ ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ വല്ല ഗുണമുണ്ടാവുമോ, ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ വരുന്ന ആളുകൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചതുകൊണ്ട് വല്ല ഗുണമുണ്ടോ, ഇങ്ങനെയൊക്കെ ഈ ആതുര ശുശ്രൂഷ നടത്തിക്കൊണ്ട് വല്ല ഗുണമുണ്ടോ, ഈ മാനസിക രോഗികളൊക്കെ അവരെങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് ഗുണമുണ്ടോ, അവർക്ക് ധ്യാനം നടത്തി അവർക്ക് വല്ലതും മനസ്സിലാവുമോ, അവരോട് ദൈവവചനം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ, അവരെയൊക്കെ ഇങ്ങനെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ മാറ്റം വരും, ഇതിൽ നിന്നൊക്കെ വലിയ ഗുണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് തൃപ്തമായൊരു മറുപടി നമ്മൾക്ക് പറയാൻ പറ്റില്ല, വന്ന് കാണുക എന്ന്. അതേസമയം ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഹാപ്പിയാണ്. അവർ ഉപദ്രവമേറ്റാലും അവർ ഹാപ്പിയാണ്. കാരണം എന്താ, അവർ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ കാണുകയാണ്. അപ്പോൾ ആ വന്ന് കാണുക എന്നുള്ളത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ വലുതാണ്, കേട്ടറിവിനേക്കാൾ വലുതാണ് അനുഭവം. അതുകൊണ്ട് വന്ന് കാണുക എന്ന് പറയുകയാണ് ഇവിടെ. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നതുകൊണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടവനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് എന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്. നീ ഫിലിപ്പോസിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, ഫിലിപ്പോസ് എന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ ചുവട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. സാധാരണ യഹൂദന്മാർ തണൽ വാർത്തൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് അത്തിവൃക്ഷം എന്നാണ് പറയുന്നത്. അത്തിയുടെ ഇലയൊക്കെ വലിയ ഇലയാണല്ലോ. അപ്പോൾ വിശ്രമിക്കാനിരിക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ദാനിയേൽ ആ അത്തിയുടെ ചുവട്ടിൽ അങ്ങനെ വിശ്രമിച്ചിരിക്കുമ്പോൾ യേശു അവനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പഴയ നിയമ വായനയിൽ സദൃശവാക്യങ്ങളുടെ വായന വെച്ച് നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു നഥാനിയേൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ ദൈവരാജ്യത്തിന് വേണ്ടപ്പെട്ടവനാണ് എന്ന് അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു എന്ന ദൈവത്തിൻ്റെ വാക്കാണ് അവിടെ നഥാനിയേലിൽ പ്രകടമാകുന്നത്. അപ്പോൾ നഥാനിയേൽ പറയുകയാണ്, അങ്ങ് ദൈവപുത്രനാണ്. കാരണം ദൈവത്തിൻ്റെ പുത്രനല്ലാതെ ഇങ്ങനെയൊരു ജ്ഞാനം സംസാരിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ യേശു പറയുകയാണ്, അത്തിമരത്തിന് ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ ദൈവിക രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് അറിയും. നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് അകലെയല്ല, സ്വർഗത്തോടടുത്തവരാണ്. സ്വർഗം ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണും. എന്ന് പറഞ്ഞാൽ യാക്കോബ് ഒരു ഗോവണി കണ്ടതുപോലെ ഈ അപ്പോസ്തലന്മാർ, ഈ ശിഷ്യന്മാർ, യേശുവിൻ്റെ കൂടെ നടക്കുന്നവർ സ്വർഗം കാണുമെന്ന്. സ്വർഗം കാണും. അതുകൊണ്ട് പ്രിയമുള്ളവർ, സുറിയാനി സഭയിലെ യാക്കോബായ സുറിയാനി സഭയുടെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഇങ്ങനൊരു ഗീതമുണ്ട്.
മുടിമെടയുന്നതു കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ നാനാവിധയാതനയെയും കൂസിടാതെ ഗളരുതിരത്താൽ ധവളിമയങ്കങ്ങൾ കുളമാർന്നു പീഡകളെ വെന്നിയമശിഖായെ സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ. ഭൂസ്വർഗങ്ങളിലേറുന്നു സ്മരണം നിങ്ങൾക്കായി. കർത്താവ് പറഞ്ഞു, പാറകലിത്ത മുടിമടയാണ്. പുത്രൻ തമ്പുരാൻ നമ്മളെ അരകെട്ടി ശുശ്രൂഷിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് കിരീടം പണിയും. അപ്പോൾ സഹദേന്മാർ ഇതെല്ലാം വിശ്വാസത്താൽ കണ്ടിട്ട് നാനാവിധമായിട്ടുള്ള ഒരു പീഡനങ്ങളെയും വകവച്ചില്ല. പീഡകളെയൊക്കെ ജയിച്ച യേശുവിനെ അവർ ധ്യാനിച്ചു. നമ്മളിന്ന് ലേഖനത്തിൽ വായിച്ചു കേട്ട 1 പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചില്ലേ, എന്താണ്? കഷ്ടതകൾ നമുക്ക് ഉപകാരമായി മാറുന്നു. തിന്മ ചെയ്യുന്നതല്ല, നന്മ ചെയ്യുന്നതിലാണ് നമ്മളെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ സന്തോഷമെന്ന് നമ്മൾ കേട്ടു. എൻ്റെ പ്രിയമുള്ളവരെ, നല്ലൊരു വിശുദ്ധ ജനമായി, വിശുദ്ധ മകനും മകളുമായി ഈ ആരാധനയിൽ, ഈ ദനഹ പെരുന്നാളിന് ശേഷമുള്ള 2ാമത്തെ ഞായറാഴ്ചയുടെ ആരാധന നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദവും ശ്രേഷ്ഠകരവുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും കാവലും കൂട്ടും കോട്ടയും തമ്പുരാനെപ്പറ്റ അമ്മയുടെ പ്രാർത്ഥനയും നമ്മൾക്ക് കാവൽ മാലാഖമാരുടെ സംരക്ഷണവും വിശുദ്ധ മീഖായേലിൻ്റെ സംരക്ഷണവും നമുക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അതിധന്യനാമത്തിൽ തന്നെ ആമേൻ.